തീവണ്ടി ആഫീസിലെത്തിയ വെള്ളായപ്പൻ ചീട്ട് വാങ്ങിക്കുന്നിടത്ത് വരിയിൽ നിന്നും ഉടുമുണ്ടിന്റെ കോന്തലഴിച്ചു പണം പുറത്തെടുത്തു. കണ്ണൂര് വെള്ളായപ്പൻ പറയുക, ആ ഗുമസ്തൻ ചീട്ടെടുത്ത് അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് അച്ചുകുത്തി സീലടിച്ച് ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയിൽ ഒരു ഘട്ടം അല്ലെങ്കിൽ ഒരു യാത്രയുടെ ആദ്യ ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നുകയാണ്. ചീട്ടിനെ മുണ്ടിന്റെ കോന്തലയിൽ കെട്ടി വെള്ളായപ്പൻ പടവ് കയറി പ്ലാറ്റ്ഫോറത്തിലെത്തി ബെഞ്ചിൽ വണ്ടിക്കായി കാത്തിരുന്നു. അകലെ സൂര്യൻ താഴുന്നു. ഇരുണ്ടു തുടങ്ങുന്ന കരിമ്പനകൾക്ക് മുകളിലൂടെ പക്ഷികൾ പറന്ന് കൂടുപറ്റുന്നു. മുണ്ടകപ്പാടത്തിന്റെ വരമ്പത്ത് തന്റെ ചെറുവിരലിൽ പിടിച്ചുകൊണ്ട് അസ്തമയത്തിന്റെ പക്ഷികളെ നോക്കി അത്ഭുതപ്പെട്ട മകനെ വെള്ളായപ്പൻ ഓർത്തു. അസ്തമയത്തിലൂടെ പാടത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സ്വന്തം അപ്പനെ ഓർത്തു. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ പുഴയിലിറങ്ങി പുഴയുടെ നനവ് തന്റെ ദേഹത്ത് തട്ടിയപ്പോൾ അപ്പനെയും മകനെയും ഓർത്തതുപോലെ ഇവിടെയും അപ്പനെ ഓർമ്മിക്കുന്നു, തന്റെ മകനെ ഓർമ്മിക്കുന്നു. രണ്ട് വാക്കുകൾക്കിടയിൽ എന്നപോലെ എന്തിൻ്റെയോ ഒക്കെ നിറവ്. ബെഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന സ്ഥലത്ത് വന്ന് ഇരിപ്പുറപ്പിച്ച ഒരു കാരണവർ ചോദിക്കുകയാണ്, കോയമ്പത്തൂർക്കോ? കണ്ണൂർക്ക് വെള്ളായപ്പൻ പറഞ്ഞു, ഞാന് കോയമ്പത്തൂർക്കാണ്. ഓ, കണ്ണൂർ വണ്ടി 10 മണിയാകും. ഓ, കണ്ണൂർ എന്താ പണി? വിശേഷിച്ചു ഒന്നുമില്ല, വെറുതെ പുകാണ്. അപരിചിതന്റെ ഈ സംഭാഷണം ഒരു കൊലക്കേറിനെ പോലെ വെള്ളായപ്പന്റെ കഴുത്തിൽ ചുറ്റി മുറുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വെള്ളായപ്പന്റെ മനസ്സിലാണെങ്കിലോ ഒരു വല്ലാത്തൊരു സംഘർഷമാണ്. പക്ഷെ അപരിചിതനൊന്നും അറിയില്ല. അങ്ങനെ അതുകൊണ്ടാണ് ആ സംഭാഷണം ഒരു കൊലക്കയറിനെ പോലെ എന്ന് നമ്മുടെ കഥാകാരൻ തന്നെ. അപ്പോൾ കൊലക്കയറിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊലക്കയർ പോലെ ഈ സംഭാഷണം അദ്ദേഹത്തിന് തോന്നി. പാഴുതറയുടെ നെടുവരമ്പ് കടന്നാൽ ലോകം മുഴുവൻ അപരിചിതമാണ് അയാൾക്ക്, അല്ലെങ്കിൽ ആ വെള്ളായപ്പന് ഈ ഗ്രാമം മാത്രമാണ്. ആ ഗ്രാമം വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ലോകം അപരിചിതമാണ്. ലോകത്തിന്റെ രീതി, സ്വഭാവം, അവരുടെ ഇടപെടൽ ഒന്നും അദ്ദേഹത്തിന് പരിചയമില്ല. അപരിചിതരുടെ താല്പര്യരഹിതമായ സംഭാഷണം എണ്ണമറ്റ കൊലക്കയറുകളായി അയാൾക്ക് തോന്നി. കോയമ്പത്തൂരിലേക്കുള്ള വണ്ടി നേരത്തെ വരികയാൽ ബെഞ്ചിൽ സമീപത്തിരുന്ന കാരണവർ എഴുന്നേറ്റ് പോയി. വെള്ളായപ്പൻ ഇപ്പോൾ തനിച്ചായി. ചോറ് പൊതി അഴിക്കാൻ തോന്നിയില്ല. തുവർത്തിലൂടെ പുറത്തേക്ക് കുതിർന്ന അതിന്റെ നനവിൽ കൈവച്ചുകൊണ്ട് വെള്ളായപ്പൻ ഇരുന്നു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ കിനാവ് കണ്ടു. കിനാവിൽ വെള്ളായപ്പൻ വിളിച്ചു, കണ്ടുണ്ണിയേ, മോനെ എന്ന് അദ്ദേഹം അറിയാതെ വിളിച്ചു പോവുകയാണ്. തീവണ്ടിയുടെ ചീറ്റലും നടുക്കവും വെള്ളായപ്പനെ ഉണർത്തി. തീവണ്ടി വരികയാണ്. വെള്ളായപ്പൻ തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുണ്ടിന്റെ കോന്തലയിലെ ചീട്ട് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി നിജം വരുത്തി, അല്ലെങ്കിൽ തിട്ടം വരുത്തി. പതുക്കെ വണ്ടിയിലേക്ക് നടന്നു. അപ്പൊ അദ്ദേഹത്തിന് എവിടെ കയറണം, ഏത് കമ്പാർട്ട്മെന്റ് കയറണം, ഇതൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ഒഴിവ് കണ്ടെടുത്ത് അദ്ദേഹം കയറാൻ നോക്കുകയാണ്. അപ്പോ ഒരാൾ പറയും, ഇത് 1ാം ക്ലാസ് ആണ് കാരണവരെ, ഫസ്റ്റ് ക്ലാസ് ആണ്. തന്നെ അപ്പുറത്തെ പെട്ടിയിൽ അവിടെ റിസർവ്ഡ് ആണ്. തന്നെ അപ്പുറത്ത് നോക്കിക്കൊള്ളൂ കാരണവരെ. അങ്ങനെ അപരിചിതരുടെ സ്വരങ്ങൾ. അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാനും ആരുമില്ല. ഒടുവിൽ എങ്ങനെയോ ഒരു പെട്ടിയിൽ, ഒരു കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടി. ഇരിക്കാനിടമില്ല, പിടിച്ചു നിൽക്കാം, ഞാൻ നിന്നുകൊള്ളാം, എനിക്ക് ഉറങ്ങേണ്ട. ഈ രാത്രിയിൽ എൻ്റെ മകൻ ഉറക്കം വിളയ്ക്കുന്നു. തീവണ്ടിയുടെ താളം നിലം മാറുന്നതിനനുസരിച്ച് അതിന്റെ താളഭേദം, വഴിവിളക്കുകൾ, പുഴമണൽ തിട്ടുകൾ, മരങ്ങൾ. വളരെ മുമ്പൊരിക്കലാണ് തീവണ്ടിയിൽ സഞ്ചരിച്ചിട്ടുള്ളത്, പകലിന്റെ വെളിച്ചത്തിൽ. ഇത് രാത്രി വണ്ടിയാണ്. മങ്ങിയ ചിത്രങ്ങൾ പതിച്ച ചുവരുകളുള്ള ഒരു തുരങ്കത്തിലൂടെ അത് പായും. കണ്ണൂരെത്തിയപ്പോൾ നേരം പുലർന്നിട്ടില്ല. അപ്പോഴും കെട്ടഴിക്കാതെ പൊതിച്ചോറ് കയ്യിലിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഉണ്ണാൻ കഴിഞ്ഞില്ല. മകൻ ആഹാരം കഴിച്ചോ കഴിച്ചില്ലയോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കഴിക്കാതിരുന്നത്. ഗേറ്റിൽ ചീട്ട് തിരിച്ചു കൊടുത്തുകൊണ്ട് വെള്ളായപ്പൻ പുറത്തു കടന്നു. അപ്പോൾ ആകാശത്തിന്റെ ഇരുട്ടിൽ അകലെ എവിടെയോ വിടരുന്ന പുലരിയുടെ സൂചന. അപ്പൊ അദ്ദേഹത്തിന് തോന്നുകയാണ്, തന്റെ മകൻ രക്ഷപ്പെടുമോ? തീവണ്ടി ആഫീസിന്റെ മുറ്റത്ത് കൂട്ടം തട്ടി നിന്ന കുതിരവണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായപ്പനോട് ചോദിച്ചില്ല. അപ്പൊ വെള്ളായപ്പന്റെ വേഷം കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയൊന്നും കാണില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വെള്ളായപ്പനോട് അവിടെ വന്ന കുതിരവണ്ടിക്കാർ ആരും തന്നെ ഒന്നും ചോദിച്ചില്ല. വെള്ളായപ്പൻ അങ്ങോട്ട് ചോദിച്ചു, എന്താണ്, ജയിലിലേക്ക് ഏതിയാണ് വഴി? അപ്പൊ ആ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ അയാൾ ചോദിക്കുകയാണ്, ജയിലിലേക്കുള്ള വഴി ഏതാണ്? അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാള്, അല്ലെങ്കിൽ വളരെ സാധാരണക്കാരനാണ്, ഇതൊന്നും നോക്കാതെ ആരോ ചിരിക്കുകയാണ് ഇത് കേട്ടപ്പോൾ. ഇതാ ഒരു കിഴവൻ നേരം പുലരുന്നതിന് മുമ്പ് ജയിലിലേക്കുള്ള വഴി തേടുന്നു. വീണ്ടും ആരോ ചിരിച്ചു. കാരണവരെ,
കട്ടാൽ മതി ജയിലിൽ എത്തിച്ചേരാം. അതാണ്. അപ്പൊ ഇവിടെ നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. നാഗരികതയുടെ അല്ലെങ്കിൽ മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് ചോദിച്ചു, പക്ഷെ അത് തിരുത്തി പറഞ്ഞു കൊടുക്കാനോ അദ്ദേഹത്തിന്റെ ആ ബുദ്ധിമുട്ട് അറിഞ്ഞ് അത് പരിഹരിച്ചു കൊടുക്കാനോ അവരൊന്നും തയ്യാറാകുന്നില്ല. അപരിചിതരുടെ സ്വരങ്ങൾ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ പിരിഞ്ഞു മുറുകുകയാണ്. വെള്ളായ്യപ്പന് ശ്വാസം മുട്ടി. അവസാനം ആരോ വഴി പറഞ്ഞു കൊടുത്തു. വെള്ളായ്യപ്പൻ നടന്നു. കാക്കക്കരച്ചിലൂടെ മുകളിൽ പതുക്കെ ആകാശങ്ങൾ തെളിഞ്ഞു. കാക്കകളാണല്ലോ ആദ്യം ഉണരുന്നത്. അപ്പൊ കാക്കക്കരച്ചിലൂടെ മുകളിൽ ആകാശങ്ങൾ തെളിയുന്നതായിട്ട് തോന്നി. ജയിലിന്റെ പടിക്കൽ പാറാവുകാരൻ വെള്ളായ്യപ്പനെ തടഞ്ഞു. അപ്പോൾ അദ്ദേഹം നേരെ കയറി ചെല്ലുകയാണ്. അപ്പോൾ പാറാവുകാരൻ അദ്ദേഹത്തെ തടഞ്ഞു. എങ്ങോട്ടായി രാവിലെ? വെള്ളായ്യപ്പൻ വെങ്ങി അല്ലെങ്കിൽ നിന്ന് പരുങ്ങി. ഒരു കുട്ടിയുടെ നിസ്സഹായതയോടെ അയാൾ പാറാവുകാരന്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് പതുക്കെ മുണ്ടിന്റെ കോന്തലഴിച്ചു മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് പുറത്തെടുത്തു. കടലാസ് ചുരുണ്ട് അലങ്കോലമായിരുന്നു. എന്താ അത്? പാറാവുകാരൻ ചോദിച്ചു. വെള്ളായ്യപ്പൻ കടലാസ് പാറാവുകാരനെ ഏൽപ്പിച്ചു. പാറാവുകാരൻ കടലാസിലേക്ക് നോക്കിയില്ല. വെള്ളായ്യപ്പൻ പറഞ്ഞു, എന്റെ കുട്ടി ഇവിടെ ഉണ്ട്, മകൻ ഇവിടെ ഉണ്ട് എന്നാണ്. ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത്? പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു. ആഫീസ് തുറക്കട്ടെ. ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി. പാറാവുകാരന്റെ മുഖം പൊടുന്നതിനെ കനിവുറ്റതായി. അപ്പൊ ആ കടലാസിൽ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അടുത്ത ദിവസം നടക്കുന്ന ആ ചടങ്ങിന്റെ അല്ലെങ്കിൽ ആ ചടങ്ങിനെ അദ്ദേഹം ഓർമ്മിച്ചു. ആ കണ്ണുണ്ണിയുടെ പിതാവാണ് അല്ലെങ്കിൽ ബന്ധുവാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നാളെയാണല്ലേ? പാറാവുകാരൻ ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു. എനിക്ക് പിടിയില്ല, തനിക്ക് അറിഞ്ഞുകൂടാ എന്ന് വെള്ളായ്യപ്പൻ പറയും. കടലാസിൽ എന്താണ് എഴുതി കിടക്കണത് ആവോ, അതും അറിഞ്ഞുകൂടാ. കടലാസിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയില്ല. പാറാവുകാരൻ കടലാസിലെ വിവരങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിച്ചു. അതെ, നാളെ രാവിലെ 5 മണിക്ക് അയാൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മുടെ വെള്ളായ്യപ്പനും അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കും ഒരു അബദ്ധം പറ്റുക. അപ്പൊ ഇന്നാണ് ആ ചടങ്ങ് നടക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ നാളെ 5 മണിക്കാണ് എന്നാണ്. അപ്പൊ അവർ വായിച്ച് മനസ്സിലാക്കിയതിലെ അബദ്ധമാണ്. വെള്ളായ്യപ്പന്റെ കണ്ണുകൾ വിളർന്നു. അവയിൽ അന്താളിപ്പ് നിറഞ്ഞു. തന്നെ വെള്ളായ്യപ്പൻ ചോദിച്ചു. കാർന്നോർ ഇവിടെ ഇരിക്കൂ. ഓ. ജയിലിന്റെ ഉമ്മറത്തെ ചാരുപടിയിൽ വെള്ളായ്യപ്പൻ ഇരുന്നു. അമ്പലത്തിലെ നട തുറക്കാൻ കാത്തിരിക്കുന്നത് പോലെ എന്നാണ് കഥാകാരൻ ആ സന്ദർഭത്തെ കുറിച്ച് പറയും. കാർന്നോർക്ക് ചായയോ മറ്റോ വേണോ? വേണ്ട. എൻ്റെ മകൻ ഈ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഉറങ്ങാതെ ഉണർന്നിട്ടുണ്ടാവില്ല. ഉറങ്ങാതെ ഉണരാതെ അവന് ചായ കുടിക്കാൻ മനസ്സ് വരുന്നത് എങ്ങനെ? വെള്ളായ്യപ്പന്റെ കൈപ്പടം വീണ്ടും പൊതിച്ചോറിലമർന്നു. മോനെ, ഈ പൊതിച്ചോറ് നിന്റെ അമ്മ എനിക്ക് വേണ്ടി പൊതിഞ്ഞതാണ്. രാത്രിയിൽ ഞാനത് കഴിക്കാതെ ഇവിടം വരെ എത്തിച്ചു. ഇനി നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. തുവർത്തിനകത്ത് കെട്ടഴിക്കാതെ കിടന്ന പാഥേയം, അതായത് പൊതിച്ചോറ്, പുളിച്ചു. നേരം പതുക്കെ പതുക്കെ വെളുത്തു. നേരം പതുക്കെ പതുക്കെ കനച്ചു. അല്ലെങ്കിൽ വെയിലിന് ശക്തി കൂടുക. ആഫീസ് തുറന്നു. ആളുകൾ മേശകൾക്ക് പിറകിൽ സ്ഥലം പിടിച്ചു. പറവുകാർ കവാത്ത് നടത്തി. തടവറ അങ്ങനെ സജീവമായി. മേധാവികൾ കടലാസ് പരിശോധിക്കുന്നു. മേധാവികൾ ഉത്തരവിടുന്നു. ഉത്തരവുകളുടെ അപരിചിത സ്വരങ്ങളാണ് വെള്ളായ്യപ്പൻ കേൾക്കുന്നത്. വിദ്വേഷവും നിന്ദയും പകയുമില്ലാത്ത കുരുക്കുകൾ. അവ ചുറ്റിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കുന്നു. വെയിലിന് ചൂട് കൂടുന്നു. ഇവിടെ കാത്തിരിക്കൂ. വെള്ളായ്യപ്പൻ കാത്തിരിക്കുന്നു. അപ്പൊ എവിടെ ചെന്നാലും പറയും ഇവിടെ കാത്തിരിക്കൂ. അയാൾ കാത്തിരിക്കുക. നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു പാറാവുകാരൻ വെള്ളായ്യപ്പനെ തടവറയുടെ ഉള്ളുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വെയിലിന്റെ ചൂടറിയാത്ത തണുത്ത ഇടനാഴികളിലൂടെ കടന്ന് എങ്ങോട്ടൊക്കെയോ പോയി. ഇതാ ഇവിടെയാണ്. ഇരുമ്പഴികൾക്ക് പിന്നിൽ തന്റെ മകൻ കണ്ടുണ്ണി നിൽക്കുകയാണ്. അപരിചിതനെ പോലെ കണ്ടുണ്ണി വെള്ളായ്യപ്പനെ നോക്കി. തന്റെ അച്ഛനാണ് എങ്കിലും അപരിചിതനെ പോലെ നോക്കാം. അയാളുടെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളുമില്ല. സാന്ത്വനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാനാവാത്ത മനസ്സിന്റെ മറ. പാറാവുകാരൻ അഴിവാതിൽ തുറന്ന് വെള്ളായ്യപ്പനെ അകത്ത് പ്രവേശിപ്പിച്ചു. അച്ഛനും മകനും നേരോട് നേരായി തെല്ലിട നേരെ നിന്നു. പിന്നെ വെള്ളായ്യപ്പൻ മകനെ കെട്ടിപ്പിടിക്കുക. കണ്ടുണ്ണിയാണെങ്കിലോ ശ്രവണത്തിനപ്പുറത്തുള്ള ഒരു സ്ഥായിയിൽ നിലവിളിച്ചു. വെള്ളായ്യപ്പനും കരഞ്ഞു വിളിക്കുകയാണ്, മോനേ എന്ന്. അവ രണ്ടുപേരും. കണ്ടുണ്ണി മറുവിളി വിളിച്ചു, അപ്പാ എന്ന്. ഇവിടെയും അത് 2 വാക്കുകൾ മാത്രം. ആ 2 വാക്കുകൾക്കിടയ്ക്ക് ദുഃഖത്തിൽ മൗനത്തിൽ അച്ഛനും മകനും അറിവുകൾ കൈമാറി. മോനെ, നീ എന്ത് ചെയ്തു? എനിക്ക് ഓർമ്മയില്ല അപ്പ.
മോനെ, നീ കൊലപാതകം നടത്തിയോ? എനിക്ക് ഓർമ്മയില്ല. സാരമില്ല മോനെ, ഇനി ഒന്നും ഓർമ്മിക്കേണ്ടതില്ല. പാറാവുകാർ ഓർമ്മിക്കുമോ? ഇല്ല മകനെ. അപ്പൻ എന്റെ വേദന ഓർമ്മിക്കുമോ? ഉച്ചസ്ഥായിയിലുള്ള നിശബ്ദമായ നിലവിളി. അപ്പ എന്നെ തൂക്കിക്കൊല്ലാൻ സമ്മതിക്കരുതേ. രണ്ട് വാക്കുകൾക്കിടയ്ക്ക് ഈ വിനിമയം അത്രയും. അപ്പൊ യഥാർത്ഥത്തിൽ അച്ഛനും മകനും ഇത് സംഭാഷണം നടത്തിയതല്ല, ആ വാക്കുകൾക്കിടയ്ക്ക് ഇത്രയും സംഭാഷണം ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. വെള്ളായപ്പൻ പുറത്തു കാർന്നോരെ പുറത്തു വരും, സമയം കഴിഞ്ഞു. പുറത്തു വന്നു. അയാൾക്ക് പിന്നിൽ ഇരുമ്പഴി വാതിൽ അടയുന്നു. നീങ്ങുന്ന തീവണ്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് നോക്കും പോലെ ആ ഇരുമ്പഴിയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് അപരിചിതനായി കണ്ടുനിന്നു. അവസാനത്തെ തിരിഞ്ഞു നോട്ടത്തിന്റെ ശ്രദ്ധാഞ്ജലിയോടെ വെള്ളായപ്പൻ നടന്നു. ജയിലിന്റെ പരിസരങ്ങളിൽ വെള്ളായപ്പൻ അങ്ങുമിങ്ങുമായി കാത്തുകിടന്നു. സൂര്യൻ ഉച്ചയിലെത്തി. നേരം താണു. ഈ രാത്രിയിൽ കണ്ടുണ്ണി ഉറങ്ങുമോ? രാത്രി പിന്നിടുന്നു. മതിലുകൾക്കകത്ത് കണ്ടുണ്ണി ജീവിക്കുന്നു. മതിലിന് പുറത്ത് അച്ഛനും ജീവിക്കുന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കൊമ്പുവിളികൾ മുഴങ്ങുന്ന വെള്ളായപ്പൻ കേട്ടു. അത് വധശിക്ഷയുടെ ചടങ്ങാണെന്ന് വെള്ളായപ്പൻ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും മറ്റ് ആളുകൾക്കും അതിന്റെ ചടങ്ങാണ്, ആദ്യം പ്രാഥമിക ചടങ്ങാണെന്ന് അവർക്ക് മനസ്സിലായി. രാവിലെ 5 മണിക്കാണെന്ന് അവർ പറഞ്ഞിരുന്നു. കയ്യിൽ ഘടികാരമില്ലെങ്കിലും, കയ്യിൽ വാച്ചൊന്നും ഇല്ല എങ്കിലും ഒരു കർഷകന്റെ ജന്മസിദ്ധിയിലൂടെ വെള്ളായപ്പൻ സമയമാണ്. പിന്നെ നാം കാണുന്നത് എന്താണ്? ഒരു പേറ്റിച്ചിയെ പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങുക. അപ്പോൾ ഒരു പേറ്റിച്ചിയെ പോലെ. അപ്പോൾ ഈ കണ്ടുണ്ണി പിറന്ന സമയത്ത് ഒരു പേറ്റിച്ചിയിൽ നിന്നാണ് ആ മകന്റെ ദേഹത്തെ ആ വെള്ളായപ്പൻ അച്ഛൻ ഏറ്റുവാങ്ങുന്നു. അന്ന് ആ സമയത്ത് ആ കുഞ്ഞിന്റെ ദേഹത്ത് ജീവൻ ഉണ്ടായിരുന്നു. ഇന്നാണെങ്കിലോ, ഇന്ന് അതിന് ജീവനില്ല. അതാണ് ഒരു പേറ്റിച്ചിയെ പോലെ. ഇന്ന് താൻ ഒരു പേറ്റിച്ചിയാണ്. പേറ്റിച്ചിയെ പോലെ തൻ്റെ മകന്റെ ദേഹത്തെ വെള്ളായപ്പൻ പാറാവുകാരിൽ നിന്ന് ഏറ്റുവാങ്ങുക. കാരണവർക്ക് താല്പര്യമുള്ള പോലെ ശവം സംസ്കരിക്കാം. വേണ്ട, എനിക്ക് താല്പര്യമില്ല. ശവത്തിന്റെ ചുമതല നിങ്ങൾ ഏൽക്കുന്നില്ലേ? യജമാനന്മാരെ, എൻ്റെ കയ്യിൽ പണമില്ല. അങ്ങനെ അദ്ദേഹം ഉന്തുവണ്ടിയുടെ പിറകെ തോട്ടികളുടെ കൂടെ വെള്ളായപ്പൻ നടന്നു. പട്ടണത്തിന് പുറത്തുള്ള വെളിനിലങ്ങൾക്ക് മുകളിൽ കഴുകന്മാർ ചുറ്റിപ്പറന്നു. മണ്ണ് മൂടുന്നതിന് മുമ്പ് കണ്ടുണ്ണിയുടെ മുഖം വെള്ളായപ്പൻ ഒരു നോക്ക് കണ്ടു. ആ നെറ്റിയിൽ കൈപ്പടം വച്ച് അനുഗ്രഹിച്ചു. വെള്ളായപ്പൻ വെയിലത്ത് അലഞ്ഞു നടന്ന് കടപ്പുറത്തെത്തി. അപ്പോൾ തൻ്റെ മകന്റെ മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തി അതിനുശേഷം കടൽപ്പുറത്ത് വരിക, കടലിന്റെ തീരത്ത് വരിക. ആദ്യമായി കടൽ കാണുകയാണ്. കൈപ്പടങ്ങളിൽ എന്തോ നനഞ്ഞു കുതിരുന്നു. അപ്പോഴാണ് ആ ചോറിന്റെ അല്ലെങ്കിൽ ആ പൊതിച്ചോറിന്റെ കാര്യം അദ്ദേഹം ഓർമ്മിക്കുന്നത്. കോടച്ച് കെട്ടി തന്ന പൊതിച്ചോറാണ്. വെള്ളായപ്പൻ പൊതിയൊഴിച്ചു. ആ വെള്ളായപ്പൻ അന്നം നിലത്തേക്ക് എറിയുകയാണ്. തൻ്റെ മകന് കൊടുക്കുന്ന അന്തിമമായ അല്ലെങ്കിൽ ബലിപിണ്ട അല്ലെങ്കിൽ അതിന്റെ ചോറ് പോലെ, ചോറ് പോലെ അത് നിലത്തേക്ക് എറിഞ്ഞു. വെയിലിന്റെ മുകൾ തട്ടിൽ എവിടെ നിന്നോ ബലിക്കാക്കകൾ അന്നം കൊത്താൻ ഇറങ്ങി വന്നു. അപ്പോൾ താൻ കരുതി വെച്ച ആ പാഥയം അല്ലെങ്കിൽ പൊതിച്ചോറ് മകനുള്ള ബലി തർപ്പണമാക്കി ആ അച്ഛൻ അല്ലെങ്കിൽ ആ മരണാനന്തര ചടങ്ങുകൾ മുഴുവൻ പൂർണ്ണമാക്കുകയാണ് ആ അച്ഛൻ. അപ്പൊ ഇവിടെ നമ്മുടെ കഥ അവസാനിക്കുന്നു. ഈ കഥ വീണ്ടും വീണ്ടും വായിച്ച് അതിന്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മൾ എത്തണം. പുനർവായനയ്ക്കുള്ളതാണ് ഈ കഥ. വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത പാഠവുമായി വീണ്ടും ഒത്തുചേരാം.